എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 2026 PSC ഏറ്റവും പുതിയ പരീക്ഷകളിൽ ചോദിച്ച കുറച്ച് കെമിസ്ട്രി ചോദ്യങ്ങൾ, രസതന്ത്ര ഭാഗത്തിലെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അനുബന്ധ വിവരങ്ങളും അത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഇനിയുള്ള പരീക്ഷകളിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഏറ്റവും പുതിയ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, രൂപാന്തരത്വം എന്ന സ്വഭാവ വിശേഷം കാണിക്കാത്ത മൂലകം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നൈട്രജൻ ആണ് രൂപാന്തരത്വം കാണിക്കാത്ത മൂലകം. ബാക്കി കാർബൺ, സൾഫർ, ഫോസ്ഫറസ് എന്നിവയെല്ലാം രൂപാന്തരത്വം കാണിക്കുന്നതാണ്. രൂപാന്തരത്വം എന്ന് പറയുന്നത് ഒരേ മൂലകം തന്നെ ഒന്നിലധികം ഭൗതിക രൂപങ്ങളിൽ കാണപ്പെടുന്ന പ്രതിഭാസത്തെയാണ് രൂപാന്തരത്വം എന്ന് പറയുന്നത്. അതായത് ഒരേ മൂലകം തന്നെ ഒന്നിലധികം ഭൗതിക രൂപങ്ങളിൽ പ്രകൃതിയിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് രൂപാന്തരത്വം. അതായത് കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഒന്നായിരിക്കുമെങ്കിലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസമുണ്ടായിരിക്കും. അതായത് രാസഗുണങ്ങൾ ഒന്നായിരിക്കുമെങ്കിലും ഭൗതിക ഗുണങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കും. അതിൽ ഏറ്റവും അധികം നമുക്കറിയാം രൂപാന്തരത്വം കാണിക്കുന്ന ഒരു മൂലകമാണ് കാർബൺ. കാർബണിൻ്റെ ഏറ്റവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു രൂപാന്തരമാണ് ഡയമണ്ട് അഥവാ വജ്രം എന്ന് പറയുന്നത് കാർബണിൻ്റെ രൂപാന്തരമാണ്. അതുപോലെ തന്നെ ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ തുടങ്ങിയ നിരവധി രൂപാന്തരങ്ങൾ കാർബണിനുണ്ട്. എന്നാൽ ഈ മൂന്ന് പേരുകളും നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ ഇതെല്ലാം പലപ്പോഴും ഏത് മൂലകത്തിൻ്റെ രൂപാന്തരമാണ് എന്ന് പറഞ്ഞ് PSC ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അത് പറഞ്ഞിരുന്നത്. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ ഇതെല്ലാം കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ്. ഇനി അതുപോലെ തന്നെ സൾഫറിൻ്റെ രൂപാന്തരമാണ് റോംബിക് സൾഫർ, മോണോക്ലിനിക് സൾഫർ തുടങ്ങിയ രൂപാന്തരങ്ങളാണ് സൾഫറിനുള്ളത്. ഫോസ്ഫറസിനും വെളുത്ത ഫോസ്ഫറസ്, ചുവന്ന ഫോസ്ഫറസ് അങ്ങനെ രൂപാന്തരങ്ങളുണ്ട്. അപ്പോൾ ഇതിന് മൂന്നിനും രൂപാന്തരങ്ങളുണ്ട്. നൈട്രജൻ ആണ് രൂപാന്തരത്വം കാണിക്കാത്ത മൂലകം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ത്രിബേസിക അമ്ലം അല്ലാത്തത് ഏതെല്ലാം? ത്രിബേസിക അമ്ലം അതായത് ട്രൈബേസിക് ആസിഡ്, അതായത് അമ്ലം എന്ന് പറയുന്നത് ആസിഡ്, ട്രൈബേസിക് ആസിഡ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഈ ആസിഡിൻ്റെ ബേസികത്വം ട്രൈബേസിക് ആണോ, മോണോബേസിക് ആണോ, ഡൈബേസിക് ആണോ എന്നറിയാൻ ഏറ്റവും നല്ലത് നമ്മൾ ഈ ആസിഡിൻ്റെ രാസസൂത്രം എഴുതി നോക്കിയാൽ തന്നെ മനസ്സിലാകും. കാരണം ഈ ബേസിസിറ്റി എന്ന് പറയുന്നത് ഒരു ആസിഡ് തന്മാത്രയ്ക്ക് ജലീയ ലായനിയിൽ എത്ര ഹൈഡ്രജൻ അയോണുകളെ വിട്ടു നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആസിഡിൻ്റെ ബേസിസിറ്റി അഥവാ ബേസികത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് എഴുതി നോക്കാം. അതായത് രാസസൂത്രം എഴുതി നോക്കുമ്പോൾ ഓക്സാലിക് ആസിഡ് അതിൻ്റെ രാസസൂത്രം എന്ന് പറയുന്നത് H2C2O4 ആണ്. അപ്പോൾ അതിൽ തന്നെ 2H+ അയോണുകൾ വിട്ടു നൽകും അത് ആസിഡ് ലായനിയിൽ. അപ്പോൾ H2C2O4 എന്ന് പറയുമ്പോൾ 2H+ അയോൺസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഡൈബേസിക് ആസിഡാണ്. അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് അത് H2SO4 ആണ് അതിൻ്റെ രാസസൂത്രം. അതുകൊണ്ട് തന്നെ അതും2H+ അയൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും അത് ഡൈബേസിക് ആസിഡാണ്. ഇനി ഫോസ്ഫോറിക് ആസിഡ് അതിൻ്റെ രാസസൂത്രം എന്ന് പറയുന്നത് H3PO4 ആണ്. അതുകൊണ്ട് തന്നെ അവിടെ 3H+ അയോണുകൾ നൽകുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ട്രൈബേസിക് ആസിഡ് ആണ്. ഇനി അടുത്തത് കാർബോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ H2CO3 ആണ്. അപ്പോൾ അതും അവിടെ ഒരു ഡൈബേസിക് ആസിഡ് ആണ്. അപ്പോൾ ഇവിടെ ട്രൈബേസിക് അമ്ലം അഥവാ ത്രിബേസിക അമ്ലം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോസ്ഫോറിക് ആസിഡാണ് ത്രിബേസിക ആസിഡ്. ബാക്കി മൂന്നെണ്ണവും 1, 2, 4 എന്ന് വരുന്ന ഓപ്ഷൻ വരുന്നത് 1, 2, 4 എന്ന ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം,
ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ അംഗമാണ് ലിഥിയം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. അപ്പോൾ ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ലിഥിയം എന്ന മൂലകം മഗ്നീഷ്യം എന്ന മൂലകവുമായി വികർണ ബന്ധം കാണിക്കുന്നു. ശരിയാണ്. വികർണ ബന്ധം എന്ന് പറയുന്നത് അതിനെ പറയുന്നതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ലിഥിയവും മഗ്നീഷ്യവും തമ്മിൽ വലിപ്പത്തിലും സ്വഭാവത്തിലും ഏകദേശം സിമിലറാണ്. അതുകൊണ്ട് തന്നെ അത് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. ഇനി അടുത്തത്, ലിഥിയം സഹസംയോജക സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു. അതും ശരിയാണ്. കാരണം ലിഥിയത്തിന് ചെറിയ സൈസാണ്, അതോടൊപ്പം തന്നെ ഉയർന്ന ചാർജുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഫെജൻസ് റൂള് അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ ഇത് സഹസംയോജക സംയുക്തങ്ങൾ അഥവാ നമ്മളതിനെ പറയുന്നതാണ് കോവാലന്റ് കോമ്പൗണ്ട്സ്. അതുകൊണ്ട് തന്നെ ഇത് കോവാലന്റ് കോമ്പൗണ്ട്സ് രൂപീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. ഇനി ലിഥിയത്തിന് ഉയർന്ന അയോണീകരണ ഊർജം ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഗ്രൂപ്പിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലിഥിയത്തിന് ഉയർന്ന അയോണീകരണ ഊർജമുണ്ട്. കാരണം മറ്റു ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലിഥിയത്തിന് ഉയർന്ന അയോണീകരണ ഊർജം ഉണ്ട്. ഇനി ലിഥിയത്തിന് ഉയർന്ന വിദ്യുത് ഋണതയുണ്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി. അതായത് ലിഥിയം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂലകമാണ് ഫ്ലൂറിനാണ്. അതായത് ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകും തോറുമാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂലകം എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. അതായത് 17ാമത്തെ ഗ്രൂപ്പിലെ ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി. അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ 4ാമത്തെ പ്രസ്താവന നമുക്ക് ശരിയായി എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 1, 2, 3 പ്രസ്താവനകൾ ശരി എന്നുള്ള രീതിയിൽ നമുക്ക് ഉത്തരം ഓപ്ഷൻ എ ആണ് തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, തന്മാത്രകളുടെ വാസ്തുവിദ്യയ്ക്ക് എന്ന വിഷയം 2025 രസതന്ത്ര നോബൽ സമ്മാനത്തിന് അർഹനായി. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, അന്തരീക്ഷ വായുവിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് ജലമായി സംഭരിക്കാനായിട്ട് സാധിക്കുന്നു. വിഷവാതകങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സാധിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യം പരിഹരിക്കാൻ സാധിക്കുന്നു. ആണവായുധങ്ങളിൽ ഉപയോഗിക്കുന്ന വിഷപദാർത്ഥങ്ങൾ ആഗിരണം ചെയ്ത് സംസ്കരിക്കാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. 2025 രസതന്ത്ര നോബലാണ് തന്മാത്രകളുടെ വാസ്തുവിദ്യയ്ക്ക് എന്ന വിഷയം. അത് ലഭിച്ചത് ആർക്കാണ്? ഒമർ യാഗി. നൊബേൽ സമ്മാനം പ്രത്യേകം പഠിക്കണം. ഇനി വരുന്ന പരീക്ഷകൾക്ക് 2025-ലെയും 2024-ലേതും പഠിച്ചു വെക്കണം. കാരണം ചിലപ്പോഴെങ്കിലും മുൻവർഷത്തെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളത് 2025-ലേതാണ്. നമ്മൾ നോബലിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോബൽ പഠിക്കാത്തവർ മുഴുവനായിട്ടുള്ള നമ്മുടെ ആ നൊബേൽ മാത്രമുള്ള സ്പെസിഫിക് വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിൽ നിന്ന് കാണാവുന്നതാണ്. ഇനി ഇവിടെ 2025 രസതന്ത്ര നോബൽ ലഭിച്ചത് ഒമർ യാഗി, സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ എന്നീ 3 പേർക്കാണ് ഈ 2025 രസതന്ത്ര നോബൽ ലഭിച്ചത്. അതായത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ അഥവാ തന്മാത്രകളുടെ വാസ്തുവിദ്യ വികസിപ്പിച്ചതിനാണ് ഇവർക്ക് ഈ സമ്മാനം ലഭിച്ചത്. അപ്പോൾ ഓപ്ഷൻ എ, ബി, സി 3 പ്രസ്താവനകളും ശരിയാണ്. ഇനി ഇവയുടെ ഈ ഘടന ഉപയോഗിച്ച് മരുഭൂമിയിലെ വരണ്ട വായുവിൽ നിന്ന് പോലും ജലം വേർതിരിച്ചെടുക്കാനായിട്ട് അപകടകരമായ വിഷവാതകങ്ങൾ സുരക്ഷിതമായി സംഭരിക്കാനും പരിസ്ഥിതിയിലെ കാർബൺ ഡൈ ഓക്സൈഡ്, മലിനീകരണ വസ്തുക്കൾ പോലുള്ളവ നീക്കം ചെയ്യാനും സാധിക്കും. കൂടാതെ പ്ലാസ്റ്റിക് റീസൈക്ലിങ്ങിലും കാറ്റലിസ്റ്റായും ഇവ ഉപയോഗപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഈ എ, ബി, സി എന്നീ 3 പ്രസ്താവനകളും ശരിയാണ്. 4ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. കാരണം ആണവായുധങ്ങളിലെ വിഷപദാർത്ഥങ്ങളെയെല്ലാം മറിച്ച് രാസായുധങ്ങളിൽ ഉപയോഗിക്കുന്ന വിഷവസ്തുക്കളെയും നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വാതകങ്ങളെയും ആഗിരണം ചെയ്യാനും നശിപ്പിക്കാനുമാണ് MOF അഥവാ മെറ്റാലിക് ഓർഗാനിക് ഫ്രെയിംവർക്ക് സാങ്കേതികവിദ്യ പ്രധാനമായും ഉപയോഗിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇവിടെ ആണവായുധങ്ങൾ എന്നത് തെറ്റായ പ്രസ്താവനയാണ്. നമ്മൾ ആണവായുധങ്ങളെ വിഷപദാർത്ഥങ്ങളെയല്ല കെമിക്കൽ വെപ്പൺസിൽ ഉപയോഗിക്കുന്ന വിഷവസ്തുക്കളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇത് പ്രസ്താവന. അപ്പോൾ വീണ്ടും പറയുന്നു, നൊബേൽ സമ്മാന ജേതാക്കൾ 2025 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ടും കാണും. ഇത് കണ്ടില്ലേ, പല തരത്തിലുള്ള വിഷയങ്ങൾ എടുത്തിട്ട് അതിനുള്ളിൽ നിന്ന് വളരെ ചോദ്യങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യം, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ. നമുക്കറിയാം, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടോണും ന്യൂട്രോണാണ്. ന്യൂക്ലിയസിന് ചുറ്റുമാണ് നമ്മുടെ ഇലക്ട്രോൺ ഓർബിറ്റലുകളിൽ കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രോട്ടോണും ന്യൂട്രോണും എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, അലൂമിനിയത്തിൻ്റെ അയിര് ഏതുള്ളതാണ് ചോദ്യം. പല ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിപ്പീറ്റ് ചെയ്തു വരുന്നതാണ് അയിരുകളും ധാതുക്കളുമെല്ലാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ടേബിൾ കൃത്യമായിട്ട് പഠിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അലൂമിനിയത്തിൻ്റെ അയിര് എന്ന് പറയുന്നതാണ്. അലൂമിനിയത്തിൻ്റെ അയിര് എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിൻ്റെ അയിര് എന്ന് പറയുന്നത് ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയം Al2O3 ആണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ അലൂമിനിയത്തിൻ്റെ ഭൂരിഭാഗവും ബോക്സൈറ്റിൽ നിന്നാണ് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. ഇനി ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ അയണിൻ്റെ, ഇരുമ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട അയിരാണ് ഹെമറ്റൈറ്റ്. അതുപോലെ തന്നെ കുപ്രൈറ്റ്, ആ പേരിൽ നിന്നറിയാം, കുപ്രം എന്ന് പറയുന്നത് നമ്മുടെ കോപ്പറിൻ്റെ അയിരാണ് കുപ്രൈറ്റ്. പിന്നെ കലാമിൻ, അത് പലപ്പോഴും പല ചോദ്യപേപ്പറിലും കണ്ടിട്ടുണ്ട്. കലാമിൻ ഏത് മൂലകത്തിൻ്റെ അല്ലെങ്കിൽ ഏത് മെറ്റലിൻ്റെ അയിരാണെന്ന് ചോദിച്ചിട്ട് കലാമിൻ എന്ന് പറയുന്നത് സിങ്കിൻ്റെ ഒരു അയിരാണ് കലാമിൻ. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഇവിടെ ചോദിച്ചത് അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്, ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ചോദ്യം, ഉയർന്ന കാലോറിക മൂല്യം ഉള്ള ഇന്ധനം. ഉയർന്ന കലോറിക മൂല്യം ഉള്ള ഇന്ധനം എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹൈഡ്രജൻ ആണ്. അതായത് നമ്മുടെ 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവിനെയാണ് നമ്മൾ കലോറിക മൂല്യം എന്ന് പറയുന്നത്. kJ/kg എന്ന യൂണിറ്റിലാണ് നമ്മളത് പറയുന്നത്. അതിലെ ഏറ്റവും ഉയർന്ന കലോറിക മൂല്യം, പ്രകൃതിയിലെ തന്നെ ഇന്ധനങ്ങളിൽ ഏറ്റവും ഉയർന്ന കലോറിക മൂല്യം ഉള്ള ഇന്ധനമാണ് ഹൈഡ്രജനാണ്. ഇനി അതുമാത്രമല്ല, ഹൈഡ്രജൻ കത്തുമ്പോൾ മലിനീകരണം ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ മികച്ചൊരു ഹരിത ഇന്ധനം കൂടി നമ്മൾ പറയുന്നതാണ്. ഇത് റോക്കറ്റുകളിലാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഹൈഡ്രജനെ അപേക്ഷിച്ച് LPG, കൽക്കരി, വിറകെല്ലാം വളരെയധികം കുറവാണ്. കാരണം ഹൈഡ്രജൻ്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത് ഏകദേശം 1.5 ലക്ഷം kJ/kg ആണ്. അതേസമയം LPG എല്ലാം 55,000 kJ/kg, കൽക്കരി ആണെങ്കിൽ 25,000, 30,000 kJ/kg, വിറകാണെങ്കിലും ഏകദേശം 20,000 kJ/kg മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജനാണ് പ്രകൃതിയിലെ തന്നെ ഇന്ധനങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന കലോറിക മൂല്യം എന്നുള്ള ഇന്ധനം. പഠിച്ചു വയ്ക്കുക, ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ചോദ്യം, ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിൻ്റെ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ ചോദ്യം തന്നെ രൂപാന്തരങ്ങളെ കുറിച്ചുള്ളതായിരുന്നു. അപ്പോൾ പല തരത്തിലാണ് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദ്യം വരുന്നത്. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിൻ്റെ രൂപാന്തരങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ സി. ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞത് കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ എന്നിവയെല്ലാം. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത. കാരണം ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ ഓപ്ഷനുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾ വളരെ കൃത്യമായിട്ട് കാണണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിൻ്റെ രൂപാന്തരങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഐസോട്ടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാർബണിൻ്റെ തന്നെ ഐസോട്ടോപ്പാണ് കാർബൺ 12, കാർബൺ 14 എല്ലാം. ഇനി അതേപോലെ തന്നെ ഐസോബാറുകൾ എന്ന് പറയുന്നത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും
ഉള്ള മൂലകങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത്. ഇനി ഐസോമെറുകൾ എന്തെല്ലാമാണ്? ഐസോമെറുകൾ എന്ന് പറയുന്നത് ഒരേ തന്മാത്രാവാക്യമായിരിക്കും, പക്ഷെ അതിൻ്റെ ഭൗതിക രാസഗുണങ്ങളിൽ വ്യത്യാസമുണ്ടാകുന്നു. അതാണ് ഐസോമെറുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അവയിലെ എണ്ണമൊക്കെ, ആറ്റങ്ങളുടെ എണ്ണവും തരമെല്ലാം ഒന്നായിരിക്കും, പക്ഷെ അത് ക്രമീകരിക്കപ്പെട്ട രീതികളെല്ലാം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഐസോമറുകൾ പല തരത്തിലുള്ള ഐസോമറുകളുമുണ്ട്. അപ്പോൾ ഇവിടെ ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിൻ്റെ രൂപാന്തരങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, സ്റ്റാൻഡേർഡ് ഊഷ്മാവിലും മർദ്ദത്തിലും 67.2 ലിറ്റർ അമോണിയ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ തന്മാത്രകളുടെ എണ്ണം ഏത് എന്നാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 18.066 ഇൻറ്റു 10⁻23 23 ആണ് ശരിയായ ഉത്തരം. അതായത് ഇതൊരു പ്രോബ്ലം പോലെ നമ്മൾ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നമ്മൾ ഇങ്ങനെയുള്ള ഈ പ്രോബ്ലം നമ്മൾ SCERT വയസ്സുള്ള വീഡിയോകൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ SCERTയിൽ നിന്നുള്ള SCERT വയസ്സ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുത്ത ചോദ്യം, സ്ഥിര ഊഷ്മാവിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദവും വ്യാപ്തവും സൂചിപ്പിക്കുന്ന ഒരു പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മർദ്ദവും വ്യാപ്തവും, പ്രഷറും വോളിയവും. ഇനി 2 ബാർ 50 ലിറ്റർ, 1 ബാർ ആയപ്പോൾ അത് 100 ലിറ്റർ, 5 ബാർ ആയപ്പോൾ 20 ലിറ്റർ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് തമ്മിൽ പ്രഷർ കുറയും തോറും വ്യാപ്തം കൂടുന്നു, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും. അതായത് ഇത് തമ്മിൽ വിപരീത അനുപാതത്തിലാണ്. ഇത് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും പല തരത്തിലും ഉത്തരം ഇവിടെ വരുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ്. ബോയിൽ നിയമമാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v അഥവാ പ്രീ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു v. അതായത് മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലാണ് എന്നുള്ളതാണ് ബോയിൽ നിയമം. അത് പലതരത്തിലാണ് ചോദ്യങ്ങളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ്, ബോയിൽ നിയമം. ഇനി അമ്ലമഴയുടെ pH എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അമ്ലമഴയുടെ pH എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 4നും 5നും ഇടയിലാണ് അമ്ലമഴയുടെ pH എന്ന് പറയുന്നത്. അതായത് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മഴവെള്ളത്തിൽ ലയിക്കുന്നതിന് സാധാരണ മഴവെള്ളത്തിന് നേരിയ അമ്ല സ്വഭാവം ഉണ്ടാകാറുണ്ട്. അതായത് അന്തരീക്ഷ മലിനീകരണം കാരണം സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ എന്നിവ വായുവിൽ കലരുമ്പോഴാണ് അവ മഴവെള്ളവുമായി പ്രവർത്തിച്ച് ശക്തമായ അസിഡുകളായി മാറി അമ്ലമഴയായിട്ട് മാറുന്നത്. അപ്പോൾ സാധാരണയായി അമ്ലമഴയുടെ pH എന്ന് പറയുന്നത് 4നും 5നും ഇടയിലാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഈ 6.5നും 8.5നും ഉള്ള pH എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കുടിവെള്ളത്തിൻ്റെ pH പരിധിയാണ്. ഇനി അതേപോലെ തന്നെ 7.35നും 7.45നും ഇടയിൽ പറയുന്നത് മനുഷ്യ രക്തത്തിൻ്റെ pH മൂല്യമാണ്. അപ്പോൾ അതുമെല്ലാം വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ അമ്ലമഴയുടെ pH ആണ് ചോദിച്ചിരുന്നെങ്കിൽ അടുത്ത ചോദ്യത്തിൽ ചിലപ്പോൾ സാധാരണയായി കുടിവെള്ളത്തിൻ്റെ pHഉം രക്തത്തിൻ്റെ pHഉം എല്ലാം ചോദിക്കും. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. രക്തത്തിൻ്റെ pH ആണ് 7.35നും 7.45നും ഇടയിലും 6.5നും 8.5നും ഇടയിലുള്ളത് നമ്മുടെ കുടിവെള്ളത്തിൻ്റെ pH. ഇനി അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസപ്രവർത്തനത്തിന് ഉദാഹരണം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രാസപ്രവർത്തനത്തിന് ഉദാഹരണം. മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം, അതായത് മെഴുക് കത്തിക്കുന്നത്, ഭക്ഷണം ദഹിക്കുന്നത്, പഴങ്ങൾ പഴുക്കുന്നത്, ഇതെല്ലാം തന്നെ രാസപ്രവർത്തനമാണ്. അതായത് ഒരു പദാർത്ഥം മാറി പുതിയ രാസഗുണങ്ങളുള്ള മറ്റൊരു പദാർത്ഥമായി മാറുകയും എന്നാൽ അതിനെ എളുപ്പത്തിൽ പഴയപടിയാക്കാൻ സാധിക്കാതിരിക്കുക ചെയ്യുന്നതിനെയാണ് നമ്മൾ രാസമാറ്റം എന്ന് പറയുന്നത്. അതായത് ഒരു പദാർത്ഥം മറ്റൊരു പദാർത്ഥമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ എളുപ്പത്തിൽ നമുക്ക് പഴയപടിയാക്കാനായിട്ട് സാധിക്കില്ല. മെഴുക് കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ അതിനെ നമുക്ക് മെഴുകാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ
അതാണ് രാസമാറ്റം എന്ന് പറയുന്നത്. മെഴുക് ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്, എന്നാൽ മെഴുക് കത്തുന്നത് രാസമാറ്റമാണെന്ന് ശ്രദ്ധിക്കണം നമ്മൾ. അതുപോലെ തന്നെ ഭക്ഷണം ദഹിക്കുന്നത് രാസപ്രവർത്തനമാണ്. അതുപോലെ തന്നെയാണ് പഴങ്ങൾ പഴുക്കുന്നത്, അതും ഒരു രാസമാറ്റത്തിന് ഉദാഹരണമാണ്, രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹൈഡ്രജൻ ആണ് ഉണ്ടാകുന്നത്. അതായത് സിങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ലോഹമാണ് അല്ലേ. അത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് പറയുമ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ വാതകവും ഉണ്ടാകുന്നു. അതായത് ഏത് മെറ്റലും ആസിഡുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ എന്ന വാതകം പുറത്തു വരുന്നു. ഇനി അതിലേക്ക് ഒരു തീപ്പെട്ടികൾ കാണിച്ചാൽ അത് ശബ്ദത്തോടെ കെട്ടുപോകും. അപ്പോൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. അതായത് ആസിഡും മെറ്റലുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് വാതകം പുറന്തള്ളും? ഹൈഡ്രജൻ പുറന്തള്ളും. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, വെള്ളിയാണ് ഏറ്റവും നന്നായി, അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടിയ മൂലകം വെള്ളി എന്നുള്ളതാണ് ചോദ്യം. അതായത് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് നമ്മുടെ, അത് പ്രകൃതിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി വെള്ളി തന്നെയാണ്. അതായത് ഏറ്റവും കുറവ് പ്രതിരോധം, അതായത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെള്ളിക്ക് കുറവായതുകൊണ്ട് തന്നെ അതിന് കണ്ടക്ടിവിറ്റി കൂടുതലാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇനി വെള്ളി കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്ന് പറയുന്നത് കോപ്പറാണ്, ചെമ്പാണ്. അതിന് ശേഷം കോപ്പറിന് ശേഷം സ്വർണം വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളി, അത് കഴിഞ്ഞ് കോപ്പർ, അത് കഴിഞ്ഞ് സ്വർണം. അപ്പോൾ നമ്മളെ ഏറ്റവും നല്ലത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വെള്ളിയാണെങ്കിലും അതിൻ്റെ വില കൂടുതലായതുകൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാത്തിനും വൈദ്യുത കമ്പികളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചെമ്പോ അലുമിനിയം ആയിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വെള്ളിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ഏതാനും ലായനികളുടെ pH മൂല്യം 25 ഡിഗ്രി സെൽഷ്യസിലുള്ള pH മൂല്യം താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ആസിഡ് ലായനി അല്ലാത്തവയുടെ pH മൂല്യങ്ങൾ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 4 തരത്തിലുള്ള pH തന്നിട്ടുണ്ട്. pH 5, pH 6, pH 8, pH 12. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആസിഡ് ലായനി അല്ലാത്തവയുടെ pH മൂല്യങ്ങളാണ്. അതായത് ആസിഡ് ലായനി അല്ലാത്തവയെന്ന് പറയുമ്പോൾ pH 8ഉം pH 12ഉം ആസിഡ് ലായനി അല്ല. കാരണം pH 7 എന്ന് പറയുന്നത് നിർവീര്യ ലായനി അഥവാ ന്യൂട്രൽ സൊല്യൂഷൻസിൻ്റെ pH ആണ്, pH 7. ഇനി pH 7ന് താഴെ വരുന്നത് ആസിഡുകളും pH 7ന് മുകളിൽ വരുന്നത് ബേസുകളുമാണ്. അപ്പോൾ ഇവിടെ ആസിഡ് അല്ലാത്തവ എന്ന് പറയുമ്പോൾ ബേസിൻ്റെ pH എന്ന് പറയുന്നത് pH 8ഉം 12ഉമാണ്. അതുകൊണ്ട് 3ഉം 4ഉം ഓപ്ഷനുകളായി വരുന്ന ഓപ്ഷൻ സി ആണ് ആസിഡ് ലായനി അല്ലാത്തവയുടെ pH. ആസിഡുകളുടെ pH 7ന് താഴെയും ബേസുകളുടെ pH 7ന് മുകളിലുമാണ് സാധാരണ വരിക. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ പരീക്ഷകളിൽ ചോദിച്ച കുറച്ച് കെമിസ്ട്രി ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ വിശദീകരണവും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും വിജയാശംസകൾ.